ഹായ് മിഥുൻ, ഐം ഫ്രം കോട്ടയം. ഞാൻ ആദ്യം US വിസ ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് അൺഫോർച്യുനേറ്റ്ലി റിജക്റ്റ് ആയി ലാസ്റ്റ് സമ്മറിൽ. അതിനുശേഷമാണ് അഹോയായിട്ട് കണക്ട് ആവുന്നത്. അതിനുശേഷം ഏത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്, എനിക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. കോഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് സ്കോഡയാണ് എനിക്ക് ആദ്യം കൺട്രി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഒരു ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് സ്കോഡ സെലക്ട് ചെയ്യുന്നത്. അത് ഹെൽപ്പ് ചെയ്ത് അഹോയായിരുന്നു. അങ്ങനെ കണക്റ്റായി അഹോയിൽ കിട്ടി. അതിനുശേഷം ചെക്കിനെ കുറിച്ച് പഠിച്ച് ചെക്കിനെ കുറിച്ച് അറിഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഫുൾ ടൈം നമ്മളൊപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അതിന് ആഫ്റ്റർ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ ഒരു 1 മന്തിനുള്ളിൽ പ്രോഗ്രാംസ് എല്ലാം ഷെഡ്യൂൾഡായി, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഡിസംബർ 17 ഇൻ്റർവ്യൂ. ആഫ്റ്റർ ഒരു 30 ഡേയ്സിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവ്ഡ് എന്നുള്ള മെസ്സേജ് വന്നു. ഈ ഫെബ് 26 ഞാൻ ബോർഡ് ചെയ്യും ടു പ്രാഗ്. അപ്പം അത് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വെൽ ഷെഡ്യൂൾഡ്, വെൽ ഓർഗനൈസ്ഡ് പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് ടു അഹോയ്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും ക്വിക്കായിട്ട് സാധനം സംഭവിക്കും എന്നുള്ളത്. താങ്ക്സ് ടു ദ ടീം, ദ എൻ്റയർ ടീം. താങ്ക് യു സോ മച്ച്.